കൂട്ടുകാരെ. അപ്പോൾ ഇന്ന് നമ്മൾ റമദാനിലെ എത്രാമത്തെ ദിവസമാണ്? 3ാമത്തെ ദിവസം. അപ്പോൾ ഇന്ന് ഞങ്ങൾ പറഞ്ഞുതരാൻ പോകുന്നത് നമുക്ക് അറിയില്ലേ നോമ്പ് നോൽക്കുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞു തന്നു അല്ലേ ഫസ്റ്റത്തെ വീഡിയോയിൽ. നമുക്ക് ഒന്നുകൂടെ പറഞ്ഞു തരട്ടെ. നമ്മൾ സൺറൈസ് മുതൽ, അതായത് സുബഹി മുതൽ മഗ്‌രിബ് വരെ നാം ഫുഡ് ഒന്നും കഴിക്കുകയില്ല, പിന്നെ വെള്ളവും കുടിക്കുകയില്ല അല്ലേ? അതാണ് നോൽമ്പ്. അപ്പം നമ്മൾ റമസാനിൽ ചെയ്യുന്നൊരു പ്രത്യേക സാധനമാണ് നോൽമ്പ്. അപ്പം നമ്മൾ നോൽമ്പ് എടുത്തിട്ട് നമ്മൾ മഗ്‌രിബ് ബാങ്ക് കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നോൽമ്പ് നമ്മൾ ബ്രേക്ക് ചെയ്യും. നമ്മൾ ബ്രേക്ക് ചെയ്യും. നമ്മൾ ഫാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ബ്രേക്ക് ചെയ്യും. നമ്മൾ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറേ സാധനം ഉണ്ടാവും. വാട്ടർ മെലൺ ഉണ്ടാവും, മറ്റേതുണ്ടാവും, മറിച്ചതുണ്ടാവും, സമൂസ ഉണ്ടാവും, കട്ട്ലേറ്റ് ഉണ്ടാവും, കുറേ സാധനം ഉണ്ടാവും അല്ലേ? പക്ഷേ നമ്മൾ ഫസ്റ്റ് നമ്മൾ തിന്നേണ്ടത് എന്താണ്? വെള്ളവും എന്താ അറിയില്ലേ? ഈത്തപ്പഴമാണ് നമ്മൾ തിന്നേണ്ടത്. അപ്പോൾ ഈത്തപ്പഴം തിന്നാണ്ട ഫസ്റ്റ് റീസൺ എന്താണെന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പ് തുറക്കാൻ വേണ്ടി യൂസ് ചെയ്തത് ഈത്തപ്പഴമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് തുറക്കാൻ യൂസ് ചെയ്തത്. പിന്നെ സെക്കൻഡ് ഓഫ് ഓൾ, നമ്മൾ രാവിലെ മുതൽ മഗ്‌രിബ്, അതായത് സുബഹി മുതൽ മഗ്‌രിബ് വരുന്ന ഒരു 5-6 ഹവേഴ്സൊക്കെ, അതിനേക്കാളും കൂടുതലുണ്ടാവും, എനിക്കറിയില്ല, ഞാനൊരു എസ്റ്റിമേറ്റഡ് പറയണേ. അത്രയും സമയം നമ്മൾ ഫുഡ് കഴിക്കാതെ വെള്ളം കഴിക്കാതെ നിന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് കുറേ ഫുഡ് കഴിക്കുമ്പോൾ നമ്മളെ വയറ്റിൽ അതിങ്ങനെ നല്ലതല്ല. അപ്പോൾ നമ്മൾ ഈത്തപ്പഴവും വെള്ളമൊക്കെ കുടിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ വെള്ളം കുടിച്ചാൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാവില്ല. ഇത് നല്ലതാണ് ഈത്തപ്പഴമൊക്കെ. അപ്പോൾ നമ്മൾ ഈത്തപ്പഴമൊക്കെ തിന്നുക, എല്ലാവരും ഈത്തപ്പഴം. പിന്നെ വെള്ളത്തിൽ സംസം വെള്ളമല്ലേ നല്ലത് സാധനം. പക്ഷെ സംസം വെള്ളം ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? സാധാ വെള്ളം കുടിക്കും. സംസം വെള്ളം ഇല്ല ഇങ്ങനെ കിട്ടാത്തവർക്ക് സാധാ വെള്ളം കുടിച്ചിട്ട് നോമ്പ് എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇന്ന് നോമ്പ് തുറക്കുമ്പോൾ ഫസ്റ്റ് ഈത്തപ്പഴം തിന്നോണ്ട് കേട്ടോ. ഈ തിന്നോണ്ടേ. അപ്പോൾ അസ്സലാമു അലൈക്കും.